പേപ്പർ റിവിഷനാണ്. 4ാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് പൊസിഷൻ ബൈ ടൈം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതാ വരിക? വെലോസിറ്റിയാണ് ആൻസർ. അടുത്ത എന്താണ്? വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് പാർട്ട് ഓഫ് പ്രൊജക്ടൈൽ? പാർട്ട് ഓഫ് ദി പ്രൊജക്ടൈലിൻ്റെ ഷേപ്പ് നമുക്കറിയാം ഏതാണ്? പാരാബോള. അടുത്തത് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ. പ്രൊജക്ടൈലിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് ഡിറൈവ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഫിഗർ വരയ്ക്കണം. അപ്പോൾ ഇവിടെ രണ്ട് വെലോസിറ്റി ഉണ്ട്. യു കോസ് തീറ്റ ഹൊറിസോണ്ടൽ വെലോസിറ്റി, യു സൈൻ തീറ്റ വെർട്ടിക്കൽ വെലോസിറ്റി. യു ആണ് ഇവിടുത്തെ വെലോസിറ്റി മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. ഇത് മാക്സിമം ഹൈറ്റ് ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ലൈറ്റ് ആണ്. ഇവിടെ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് യു കോസ് തീറ്റയാണ്. അതുപോലെ തന്നെ ടൈം ഓഫ് ലൈറ്റിൻ്റെ ഫോർമുല നമുക്കറിയണം. അതേതാണ്? 2u സൈൻ തീറ്റ ബൈ ജി. അപ്പോൾ ഇവിടെ നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ജി എന്ന് കൊടുക്കാം. ഇവിടെ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റയാണ്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ചിനുള്ള ഫോർമുല കിട്ടി. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. അടുത്തത് ഫിഗർ ഷോസ് 3 പാർട്സ് ഓഫ് എ ഫുട്ബോൾ കിക്ക്ഡ് ഫ്രം ദി ഗ്രൗണ്ട് ലെവൽ വിത്ത് സെയിം വെലോസിറ്റി. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരേ വെലോസിറ്റിയിൽ 3 ഫുട്ബോളിനെ കിക്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പാത്താണ് കാണിച്ചിരിക്കുന്നത്. ഇഗ്നോർ ദ എഫക്റ്റ് ഓഫ് എയർ റെസിസ്റ്റൻസ്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ വിച്ച് പാർട്ട് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഈസ് മാക്സിമം. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാക്സിമം എപ്പോഴാണ് ഉണ്ടാവുക? ഹൊറിസോണ്ടൽ വെലോസിറ്റി മാക്സിമം ലൈനായിരിക്കും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കൂടുതൽ. ഇത് പാത്ത് 3ക്കാണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? പാത്ത് 3. അടുത്തത് ഫിഗർ ബിലോ ഷോസ് പാർട്ട് ഓഫ് ദ പ്രൊജക്ടൈൽ മോഷൻ. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഫോർ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്? മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിനുള്ള ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്ര ഡിഗ്രിയാണ്? നമുക്കറിയാം 45 ഡിഗ്രി ആകുമ്പോഴാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ലഭ്യമാവുന്നത്. ഒബ്റ്റൈൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് ആൻഡ് ടൈം ഓഫ് ലൈറ്റ്. അപ്പോൾ മാക്സിമം ഹൈറ്റിനും ടൈം ഓഫ് ലൈറ്റിനുള്ള ഡെറിവേഷൻ, മാക്സിമം ഹൈറ്റ് h ആണ്. അതുപോലെ തന്നെ ഈ ഇവിടുന്ന് ഹൊറിസോണ്ടൽ റേഞ്ച് കവർ ചെയ്യാനുള്ള ടൈമാണ് ടൈം ഓഫ് ലൈറ്റ്. നമ്മൾ ഫിഗർ വരയ്ക്കുക. യു സൈൻ തീറ്റ യു കോസ് തീറ്റ അടയാളപ്പെടുത്തുക. നമ്മൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വിയുടെ വാല്യൂ നമുക്കറിയാം 0 ആണ്. യുവിൻ്റെ വാല്യൂ യു സൈൻ തീറ്റയാണ്. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh. എക്ക് പകരം ജി, എസ്സിന് പകരം എച്ച്. ഇതിൽ നിന്ന് നമുക്ക് എച്ചിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അടുത്ത നമ്മൾ ടൈം ഓഫ് ലൈറ്റ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ എസ്സിൻ്റെ വാല്യൂ നമുക്കറിയാം 0 ആണ്. യു എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റ ഇൻറ്റു ടി തന്നെ ഹാഫ് ജി ടി സ്ക്വയർ ആണ്. മൈനസ് വാല്യൂ വന്നു. എയുടെ വാല്യൂ മൈനസ് ജി ആയതുകൊണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ടിയുടെ വാല്യൂ കണ്ടു. ടി ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? 2u സൈൻ തീറ്റ ബൈ ജി. അപ്പോൾ ഒരു മാക്സിമം ഹൈറ്റിനുള്ള ഫോർമുല കിട്ടി. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അതുപോലെ തന്നെ ടി ടൈം ഓഫ് ലൈറ്റിലുള്ള എക്സ്പ്രഷൻ കിട്ടി 2u സൈൻ തീറ്റ ബൈ ജി. അടുത്ത നോക്കുക. എ ബോയ് ത്രോസ് എ ബോൾ ഓഫ് മാസ് 200 gram വിത്ത് എ വെലോസിറ്റി 20 meter per second at an angle 40 degree with horizontal. What is kinetic energy of the ball at the highest point ഓഫ് ദി ട്രജക്ടറി? അപ്പോൾ ഒരു ബോളിനെ മാസ് തന്നിട്ട് വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു വിത്ത് ആൻ ആംഗിൾ. പ്രൊജക്ടൈലാവാം. അപ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജി അറ്റ് മാക്സിമം ഹൈറ്റാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ നമുക്ക് നോക്കുക. കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുല ഹാഫ് mv² ആണ്. ഇവിടെ മാക്സിമം ഹൈറ്റിൽ ഏത് വെലോസിറ്റിയാണ് ഉള്ളത്? ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ്. ആ വാല്യൂ എത്രയാണ്? വി കോസ് തീറ്റയാണ്. അപ്പോൾ നമുക്ക് വിക്ക് പകരം എന്ത് കൊടുക്കുന്നു? വി കോസ് തീറ്റ സ്ക്വയർ കൊടുക്കുന്നു. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക. എം എന്ന് പറഞ്ഞാൽ 200 gram ആണ്. അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁻³ ആയിട്ട് ഗുണിച്ചു. അതുപോലെ തന്നെ വി വെലോസിറ്റി 20 meter per second ആണ്. അതുപോലെ എഴുതി. കോസ് തീറ്റയുടെ വാല്യൂ ഇവിടെ തന്നിട്ട് എത്രയാണ്? 40 ഡിഗ്രിയാണ്. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 23.314 ജൂളാണ്. അടുത്ത നോക്കുക. പ്രൊജക്ടൈൽ ഈസ് എനി ബോഡി ദാറ്റ് ഈസ് ഗിവൺ ആൻ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് then follows a path determined entirely by the effects of gravitational acceleration and air resistance. പ്രൊജക്ടൈലിനെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നു. ചോദ്യം ഇതാണ്, പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ ഈസ് ഡാഷ്. നമ്മൾ ഒരിക്കൽ കണ്ടതാണ്. പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ ഏതാണ്? പാരബോളയാണ്.
ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ടൈം ടു റീച്ച് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് അല്ല ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ടൈം ടു റീച്ച് മാക്സിമം ഹൈറ്റ് ആൻഡ് ഹെൻസ് ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് പ്രൊജക്ടൈൽ. നമ്മൾ ഫിഗർ വീണ്ടും വരയ്ക്കുന്നു. അപ്പോൾ ഈ h ഹൈറ്റിലേക്ക് എത്താൻ വേണ്ട ടൈമാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം. അപ്പോൾ നമ്മൾ ടൈം ടു റീച്ച് മാക്സിമം ഹൈറ്റിന് നമ്മൾ ആ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്യുന്നു, v = u + at. ഇവിടെ മാക്സിമം ഹൈറ്റിലെത്തുന്ന സമയത്ത് വെർട്ടിക്കൽ മോഷൻ ആകുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആണ്, = ഇനീഷ്യൽ വെലോസിറ്റി u sin θ വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്, മൈനസ് എക്ക് പകരം -g കൊടുത്തു, ടി തന്നെ. ഇതിൽ നിന്ന് ടിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ t = നമുക്ക് എന്ത് കിട്ടി, u sin θ/g. ഇനി അടുത്ത എന്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് പ്രൊജക്ടൈലാണ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് s = ut + ½ at², വാല്യൂ കൊടുക്കുന്നു 0 = u sin θ t - ½ gt². ഇതിൽ നിന്ന് ടിയുടെ വാല്യൂ കിട്ടി 2u sin θ/g. അടുത്ത നോക്കുക, എ ബേസ്ബോൾ ലീവ്സ് എ ബാറ്റ് വിത്ത് എൻ ഇനീഷ്യൽ സ്പീഡ് 37 m/s അറ്റ് എൻ ആംഗിൾ ഓഫ് 53.1 ഡിഗ്രി. അപ്പോൾ ഒരു ബേസ്ബോളിനെ അടിക്കുന്ന സമയത്ത് അത് ആംഗിൾ ഇത്രയാണ്, അതുപോലെ തന്നെ വെലോസിറ്റി ഇത്രയാണ്. ഡിഫൈൻ ദ പൊസിഷൻ ഓഫ് ദി ബോൾ വെൻ t = 2 സെക്കൻഡ്. 2 സെക്കൻഡ്സിൽ ആ ബോളിൻ്റെ പൊസിഷൻ ആവുന്നത്. അപ്പോൾ വിത്ത് ആൻ ആംഗിൾ അത് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം രണ്ട് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മോഷൻ ആദ്യം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം u cos θ ആണ്. അപ്പോൾ ഇവിടെ യുവിൻ്റെ വാല്യൂ 37 ആണ്, കോസ് എത്രയാണ് വാല്യൂ വരുന്നത് 53.1 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടി, ഏതാണ് ഹൊറിസോണ്ടൽ മോഷനിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി കിട്ടി 22.2 m/s. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാണണം. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് = ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ് 22.2 ഇൻറ്റു ടൈം ഇവിടെ എത്ര സെക്കൻഡാണ് പറഞ്ഞിരിക്കുന്നത് 2 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് 2 കൊടുത്തു. അപ്പോൾ 44.4 ഡിസ്റ്റൻസ് ആയതുകൊണ്ട് യൂണിറ്റ് ഏതാ വരുന്നത്, മീറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി പറഞ്ഞാൽ u sin θ ആണ്. അപ്പോൾ 37 × u 53.1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് 29.6 m/s ആണ്. ഇനി നമുക്ക് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് s = ut + ½ at² എന്ന ഫോർമുലയാണ്. യുവിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 29.6 ഇൻറ്റു ടൈം 2 മൈനസ് ആണ് വരിക, ഹാഫ് ഇൻറ്റു എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ജിയുടെ വാല്യൂ ആണ്, അത് എത്രയാണ് 9.8 ഇൻറ്റു t² എന്ന് പറഞ്ഞാൽ 2 × 2. അതിൻ്റെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 39.6 മീറ്റർ ആണ്. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് രണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 39.6 ആണ്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 44.4 മീറ്റർ ആണ്. ഏത് ടൈമിൽ 2 സെക്കൻഡ്സിൽ അതിൻ്റെ പൊസിഷൻ. അടുത്ത് നോക്കുക, എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അപ്പ് ഇൻ ടു എയർ ഫ്രം ദി പോയിന്റ് വിത്ത് എ സ്പീഡ് 20 m/s അറ്റ് എൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 30 ഡിഗ്രി. അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വെലോസിറ്റി തന്നിട്ട് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നിട്ട് മാക്സിമം ഹൈറ്റ് കാണണം. മാക്സിമം ഹൈറ്റിനുള്ള ഫോർമുല നമുക്കറിയാം, ഏതാണ് h = u² sin² θ/2g ആണ്. യുവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 20 m/s, തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട് 30 ഡിഗ്രി, ജിയുടെ വാല്യൂ നമുക്കറിയാം 9.8 ആണ്. 9.8ന് വരെ നമുക്ക് 10 കൊടുക്കാൻ കുഴപ്പമില്ല, 9.8 കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ് 5 മീറ്റർ ആണ്. അടുത്തത്, when a body is projected into air with certain initial velocity making an angle with the horizontal, it will travel a parabolic path. അതായത് പ്രൊജക്ടൈലിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. വാട്ട് ഈസ് ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്സ് ഓഫ് വെലോസിറ്റി. അപ്പോൾ പ്രൊജക്ടൈലിലെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഫിഗറിൽ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഏതാണ് u sin θ ആണ്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഏതാണ് വരുന്നത് u cos θ ആണ്. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അടുത്ത് നോക്കുക, എ ബോൾ ഈസ് ഡ്രോപ്ഡ് ത്രൂ ദ വിൻഡോ ഓഫ് എ ട്രെയിൻ ട്രാവലിംഗ് വിത്ത് ഹൈ വെലോസിറ്റി. ദ മാൻ സ്റ്റാൻഡിങ് നിയർ ദ ട്രാക്ക് ദ ബോൾ ഡാഷ്. ഏത് പാത്താണ് ഫോളോ ചെയ്യുന്നതെന്ന്. ഇത് നമ്മളെ പ്രൊജക്ടൈലിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. പ്രൊജക്ടൈലിൻ്റെ പാത്തിനെ നമുക്കറിയാം, ഏത് പാത്ത് എന്ന് പറയുന്നത് പാരബോളിക് പാത്ത്.